ഇന്ന് ഞാനൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ചെറുനാരങ്ങ കൊണ്ടൊരു വെള്ള അച്ചാർ. നമ്മൾ സാധാരണ പിഴിഞ്ഞു കുടിക്കുന്ന ചെറുനാരങ്ങ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 7 നാരങ്ങയാണ്. ചെറുനാരങ്ങ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. നാരങ്ങ വേവിക്കാനായിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു സ്റ്റീമറിലാണ് വെക്കുന്നത്. അല്ലെങ്കിൽ അപ്പച്ചമ്മിൻ്റെ തട്ടിൽ വെച്ച് അങ്ങനെ മാത്രമേ നാരങ്ങ പുഴുങ്ങിയെടുക്കാവുള്ളൂ. ഒരിക്കലും വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കരുത്. നാരങ്ങയ്ക്ക് കയ്പ്പ് കൂടും. പിന്നെ അതിൻ്റെ അകത്ത് വെള്ളം കയറുകയും ചെയ്യും. അങ്ങനെ ഞാൻ സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം തിളച്ച് വരുന്നു. ഇനി നമുക്കതിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ സ്റ്റീമർ ഇല്ലെങ്കിൽ അപ്പച്ചമ്മിൻ്റെ തട്ടിൽ വെച്ചാണേലും പുഴുങ്ങിയെടുത്താൽ മതി. ഇപ്പോൾ ആവി വരാൻ തുടങ്ങി. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 4-5 മിനിറ്റ് ഇടയ്ക്കൊന്ന് പൊക്കി നോക്കണം. അതായത് ഇത് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ എടുക്കണം. ഇനി നമുക്കിത് മൂടി വെക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഒരു ഇച്ചിരി കുറച്ചിട്ടാലും കുഴപ്പമില്ല. അപ്പം നമ്മളിത് വേഗം വെച്ചിട്ട് 5 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇതിപ്പം വെന്തിട്ടുണ്ട്. ഇതുപോലെ പൊട്ടാൻ തുടങ്ങുന്നുണ്ടോ? ഇതുപോലെ ഒത്തിരി പൊട്ടി ഇതിൻ്റെ അകത്തുനിന്ന് ജ്യൂസ് ഇറങ്ങിപ്പോകരുത്. അതിന് മുമ്പാട് നമുക്ക് ഓഫ് ചെയ്യണം. ഇതുപോലെ പൊട്ടാൻ തുടങ്ങുമ്പോൾ നന്നായിട്ട് വേകുമ്പോഴാണ് ഇതുപോലെ പൊട്ടാൻ തുടങ്ങുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പം നമ്മൾ എടുത്ത് വെച്ച നാരങ്ങ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കുവാണ്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഓരോ നാരങ്ങയും എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മുറിക്കാം. ഇതിപ്പം വലിയ കഷ്ണമാക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം. അതല്ല കുറച്ചുകൂടെ ചെറുതാക്കി ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഇനി ഇതുമല്ല നീളത്തിൽ നമുക്കിടണമെങ്കിൽ ഇതുപോലെ മുറിച്ചിടാം. അത് എങ്ങനെ വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാനിപ്പോൾ ഇതുപോലെയുള്ള കഷ്ണമാണ് ഇടുന്നത്. ഒത്തിരി വലുതും വേണ്ട, തീരെ ചെറുതുമല്ലാത്ത കഷ്ണം. ഇതുപോലെയാണ് ഞാനിപ്പോൾ മുറിച്ചിടുന്നത്. ഇപ്പോൾ ഈ നാരങ്ങ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. കഴിവതും ഇതിൻ്റെ ജ്യൂസ് കളയാതിരിക്കണം. പിന്നെ ഇതിൻ്റെ അകത്തെ കുരു കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെന്തതായതുകൊണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കുന്നത് കയ്പ്പ് കുറച്ച് കുറയാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര അങ്ങനെ അത്ര കയ്പ്പ് കുറയണമെന്ന് നിർബന്ധമില്ലെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട. ഉപ്പ് മാത്രം ചേർത്ത് വെച്ചാൽ മതി. ഉപ്പ് ഒരല്പം മുമ്പിലായിരിക്കണം. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി വെക്കണം. ഉപ്പും പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി 2 ദിവസം മൂടി വെച്ചേക്കണം. 2 ദിവസം മുമ്പ് നമ്മൾ വേവിച്ച് ഉപ്പും പഞ്ചസാരയും ചേർത്ത് വെച്ചിരുന്ന നാരങ്ങയാണിത്. 2 ദിവസമായിട്ട് ഞാൻ വെച്ചിരുന്നതാണ്. ഇടയ്ക്ക് ഇന്നലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പോൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ തോട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, സാധാരണ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നാൽ മതി. വെളുത്തുള്ളി ഞാൻ ഇതുപോലെയുള്ള ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ അല്ലി ആയതുകൊണ്ട് ഒരു 10-30 അല്ലിയെങ്കിലും കാണും. ഇത് ഞാനൊന്ന് മുറിച്ച് വെച്ചിരിക്കുന്നത്. സാമാന്യം വലിപ്പമുള്ളതൊക്കെ ഒന്ന് മുറിച്ച് വെച്ച്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇതിന് വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടിയത്, ഇഞ്ചി കുറച്ച് മതി. 4 പച്ചമുളക് അരിഞ്ഞത്. ഈ അച്ചാറിന് എരിവ് കൊടുക്കുന്നത് ഈ പച്ചമുളകാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ കാന്താരിയാണ് ഏറ്റവും നല്ലത്. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് തന്നെ എടുക്കാം. എൻ്റെ കയ്യിലിപ്പം കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ലെണ്ണ, 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, വെള്ളം, വിനാഗിരി പുളിക്കനുസരിച്ചാണ് ചേർക്കുന്നത്, കറിവേപ്പില. Cook with Sophie, sharing 40 years experience. ചൂടായ പാനിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അച്ചാർ എപ്പോഴും നല്ലെണ്ണയിൽ ഇടുന്നതാണ് നല്ലത്. ചൂടായ എണ്ണയിലേക്ക് ഉലുവ ചേർക്കാം. ഇതിന് ഒത്തിരി ഉലുവ വേണ്ട, കയ്പ്പ് കൂടും. ഇനി ഇതിന് പകരം ഉലുവ പൊടിയാണ് ഇടുന്നെങ്കിൽ ഒരു നുള്ളു ഉലുവ പൊടിയാണ് ഇടാവുള്ളത്.
അതിലേക്ക് കടുക് ചേർക്കാം. തീ ഇപ്പം ചെറുതാക്കി വെച്ച് കൊടുക്കാവുള്ളൂ. അതിലേക്ക് കറിവേപ്പില ചേർക്കാം. വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി ചേർക്കാം. പച്ചമുളകും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഇനി ആകെ ഇതിന് ഈ പച്ചമുളകിൻ്റെ എരിവേ ഉള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ അങ്ങനെ കിട്ടിയില്ല. ഒരു സാമാന്യ എരിവുള്ള പച്ചമുളകേ ഉള്ളൂ. പിന്നെ കാന്താരി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് ഇടുകയാണ്. ടേസ്റ്റുമാണ്, നല്ല എരിവും കിട്ടും. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറി കിട്ടണമെങ്കിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നെങ്കിൽ ഈ കറിക്ക് ഈ അച്ചാറിന് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ഇപ്പം ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ആ എണ്ണ കിടന്നൊന്ന് മൂത്ത് വരണം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു അരക്കപ്പിൽ താഴെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. പെട്ടെന്നൊന്ന് തിളച്ച് കിട്ടണം. നാരങ്ങയുടെ ഉപ്പ് നോക്കിയിട്ട്, നാരങ്ങയ്ക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. എൻ്റെ നാരങ്ങയ്ക്ക് അല്പം ഉപ്പ് കുറവാണ്. ഞാൻ ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഈ വെള്ളത്തിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. വിനാഗിരിയും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്യാം. ഇത് നാരങ്ങ നമ്മൾ നേരത്തെ വേവിച്ചത് കൊണ്ട് ഇനി നാരങ്ങ വേകാനൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കുക. കായത്തിൻ്റെ ടേസ്റ്റും എല്ലാം ഒന്ന് നോക്കണം. എല്ലാം ഉണ്ട്. നല്ല അടിപൊളി അച്ചാർ. ഇനി ഇത് തണുക്കാൻ വെക്കാം. നമ്മുടെ നാരങ്ങ വെള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിരിക്കുവാണ്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ചില്ലുകുപ്പിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 2 ആഴ്ച വരെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ രുചികരമായ നാരങ്ങ വെള്ള അച്ചാർ റെഡിയായി. നിങ്ങൾ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്ത ഒരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.